നിലപാടുകളുടെ രാജകുമാരനാണ് സഖാവ് എം സ്വരാജ്. മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് സഖാവ് സ്വരാജ് പറഞ്ഞ ചില ചരിത്രങ്ങളുണ്ട്, മറ്റാർക്കും അറിയാൻ പാടില്ലാത്ത. അതെല്ലാ ആളുകളും ഒന്ന് കേട്ടു നോക്കുക. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രം മറക്കുന്നവരെ ചരിത്രം ശിക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നൊരു പേരറിയുമോ? ബ്രിട്ടന്റെ സൈനിക ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തമായി ഒരു രാഷ്ട്രം സ്ഥാപിച്ച ആളായിരുന്നു. തന്റെ റിപ്പബ്ലിക്കിന് അദ്ദേഹം ഇട്ട പേര് മലയാള രാജ്യമെന്നായിരുന്നു. ബലം പ്രയോഗിച്ച് ബ്രിട്ടൻ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി മൃഗീയമായ മർദ്ദനത്തിലൂടെ പരിണിത പ്രജ്ഞനാക്കി മീശയിലെ ഓരോ രോമങ്ങളും പിഴുതെടുത്ത് ബയണറ്റ് കൊണ്ട് കുത്തി അവസാനം ഒരു ഓഫർ മുൻപോട്ട് വെച്ചു. നിങ്ങൾ മാപ്പപേക്ഷ എഴുതി തന്നാൽ, നിങ്ങൾ സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ചാൽ നിങ്ങളെ മക്കയിൽ സുഖമായി ജീവിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തരാം എന്നാണ് ബ്രിട്ടീഷ് സൈന്യ മേധാവികൾ അദ്ദേഹത്തോട് പറഞ്ഞത്. ആ ഓഫറിന്റെ മുൻപിൽ മൃതപ്രായനെങ്കിലും പുഞ്ചിരി മായാത്ത മുഖവുമായി വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മറുപടി പറഞ്ഞു അത്രേ, മക്ക എനിക്കിഷ്ടമാണ്, പക്ഷെ നിങ്ങൾ അറിയണം, ഞാൻ പിറന്നു വീണത് മക്കയിലല്ല, സമര പോരാട്ടങ്ങളുടെ വീരേതിഹാസങ്ങൾ ഉറങ്ങുന്ന ഏറനാടിന്റെ മണ്ണിലാണ്. ഈ മണ്ണിൽ ഞാൻ മരിച്ചു വീഴും, ഈ മണ്ണിൽ ഞാൻ ലയിച്ചു ചേരും. ഈ വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. വിധി കേട്ട ഉടനെ അദ്ദേഹം പറഞ്ഞു, പിറന്ന നാടിന് വേണ്ടി രക്തസാക്ഷിയാകാൻ എനിക്കൊരവസരം കൈവന്നിരിക്കുന്നു. ഇതിന് 2 റക്അത്ത് നമസ്കരിച്ച് ദൈവത്തോടുള്ള നന്ദി പ്രകാശിപ്പിക്കാൻ എനിക്ക് സമയം തരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അന്തിമാഭിലാഷ പ്രകാരം മുന്നിൽ നിന്ന് വെടിവെച്ചാണ് അദ്ദേഹത്തെ കൊന്നത്. അന്ന് പുറകിൽ നിന്ന് കണ്ണുകെട്ടിയാണ് വെടിവെച്ച് ആളുകളെ കൊന്നുകൊണ്ടിരുന്നത്. അവസാനത്തെ ആഗ്രഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്റെ കണ്ണുകൾ മൂടിക്കെട്ടരുത്, നിങ്ങൾ എന്നെ മുന്നിൽ നിന്ന് വെടിവെക്കണം. അങ്ങനെ പറഞ്ഞ ധീരന്മാരുടെ നാടാണ് ഈ നാട്, ആലി മുസ്ലിയാരുടെ നാടാണ് ഈ നാട്. ഇന്ത്യയിലാകെ ഒരിടത്ത് മാത്രമേ ബ്രിട്ടീഷ് പട്ടാളവുമായി സിവിലിയന്മാർ നേർക്കുനേർ ഏറ്റുമുട്ടിയിട്ടുള്ളൂ. അത് ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടുന്ന പൂക്കോട്ടൂരിന്റെ മണ്ണിലാണ്. ഇന്നും അവിടെ യുദ്ധസ്മാരകമുണ്ട്. ബ്രിട്ടീഷ് പട്ടാളത്തെ തോൽപ്പിച്ചവരാണ് ഈ ഏറനാട്ടിലെ മാപ്പിളമാർ. ആ പ്രൗഢഗംഭീരമായ ഭൂതകാലം നിലനിൽക്കുമ്പോഴാണ് നിങ്ങൾ ഒരു ജനതയെ ആകമാനം സംശയത്തിന്റെ നിഴലിൽ നിർത്തി തുടച്ചു നീക്കാനുള്ള സമീപനം സ്വീകരിക്കുന്നത്. 1935 ഹിറ്റ്ലറുടെ ന്യൂറംബർഗ് നിയമത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ജൂതന്മാർക്കെതിരെ ഹിറ്റ്ലർ ആ നിയമം, പൌരത്വ നിയമം പാസാക്കി, തടങ്കൽ പാളയങ്ങൾ ഉണ്ടാക്കി, ദശലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്ന് 10ാം കൊല്ലം ഹിറ്റ്ലർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അതാണ് ചരിത്രം. ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊലപ്പെടുത്തിയ കുപ്രസിദ്ധമായ ഓഷ്വിറ്റ്സിലെ തടങ്കൽ പാളയത്തിൽ, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ, ആ ക്യാമ്പ് പിന്നീട് മ്യൂസിയമായി മാറിയപ്പോ ആ മ്യൂസിയത്തിന്റെ മുൻപിൽ വലിയ അക്ഷരങ്ങളിൽ എഴുതി വെച്ചു അത്രേ, ചരിത്രം മറക്കുന്നവരെ ചരിത്രം ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഈ കാലഘട്ടം നരേന്ദ്രമോദിയോടും സർക്കാരിനോടും ഓർമ്മിപ്പിക്കുന്നതാണ്. ചരിത്രം മറക്കുന്നവരെ ചരിത്രം ശിക്ഷിക്കും. ആ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. അഭയാർത്ഥികളെ സ്വീകരിക്കുന്നത് അവരുടെ മതം നോക്കിയാവരുത്, മനുഷ്യത്വം നോക്കി. ഹമാസിന്റെ പോസ്റ്റിലേക്ക് വന്നാൽ ഇപ്പൊ അത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇന്നലെ MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് പറയായിരുന്നു, അതൊന്നും മുസ്ലിം സമുദായത്തെ ഇക്ലിപ്പെടുത്തൊന്നുമില്ല, അങ്ങനെയുള്ള പോസ്റ്റുകൾ ഇട്ടുകൊണ്ടും ആ സമുദായത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അവര് പേടിക്കണ്ട, അങ്ങനെ ഇക്ലിപ്പെടുത്താൻ ഉദ്ദേശിച്ചതല്ല. അത് തെരഞ്ഞെടുപ്പിന്റെ സമയത്തല്ലല്ലോ ആ പോസ്റ്റ് ഇട്ട്. ഇവിടെ ഒഴിവ് വരുമെന്നോ ഇവിടെ സ്ഥാനാർത്ഥിയാകുന്നോ ഞാൻ കരുതിയിട്ടുണ്ടോ? 2023 ഒക്ടോബർ 13 എന്തോ ആണ് ആ പോസ്റ്റ് എന്നാണ് എന്റെ ഓർമ്മ. അത് ഹമാസിനെ കുറിച്ചല്ല, അത് പലസ്തീനെ കുറിച്ചാണ്. പലസ്തീനിലെ കൊല്ലപ്പെടുന്ന മനുഷ്യരെ കുറിച്ചാണ്, നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യരെ കുറിച്ചാണ്. തലയങ്ങ് പോയാലും അത്തരം വിഷയങ്ങളിൽ ആ നിലപാടാണ്. യുദ്ധമരുത്, ഹിംസയരുത്, മനുഷ്യരെ കൊന്നു തള്ളരുത്, ജാതിയുടെ, മതത്തിന്റെ, പ്രദേശത്തിന്റെ, ഭാഷയുടെ, വംശത്തിന്റെ, ഗോത്രത്തിന്റെ, അഭിപ്രായത്തിന്റെ പേരിൽ ഏതെങ്കിലും വിഭാഗങ്ങൾ മറ്റേതെങ്കിലും വിഭാഗത്തെ അടിച്ചമർത്തരുത് എന്നത് ജീവൻ പോയാലും ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിക്കുന്ന നിലപാടാണ്. ഇസ്രായേൽ പാർലമെന്റിലെ കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യമുള്ള MP നടത്തിയ പ്രസംഗം നിങ്ങൾ കേൾക്കൂ. കഴിഞ്ഞ ആഴ്ചയാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പുണ്ടായിട്ട്. അപ്പൊ അതിനൊന്നും തെരഞ്ഞെടുപ്പായിട്ട് യാതൊരു ബന്ധവുമില്ല. അതൊക്കെ മനുഷ്യപക്ഷ നിലപാടാണ്, എല്ലാവരും സ്വീകരിക്കേണ്ടതാണ്. ഞാൻ വിചാരിക്കുന്നു ആർക്കും അതിലൊന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. പിന്നെ തെരഞ്ഞെടുപ്പാവുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ ഉള്ളൂ, അതിനൊന്നും നമ്മളങ്ങനെ കണക്കിലെടുക്കണ്ട.